തമിഴ്നാട്ടിൽ ബി.ജെ.പിയുമായുള്ള സഖ്യസാധ്യത തള്ളാതെ എ.ഐ.എ.ഡി.എം.കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അക്കാര്യം പ്രഖ്യാപിക്കാം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എ.ഐ.എ.ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടെ പ്രതികരണം. ഇന്നലെ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണമെന്നാവശ്യപ്പെട്ടെന്നും എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, അവർ സഖ്യത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നതിന്റെ സൂചനയാണോ വരുന്നത്? അനുജ, എ.ഐ.എ.ഡി.എം.കെ വീണ്ടും എൻ.ഡി.എ ക്യാമ്പിലേക്ക് എത്തുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതായത് കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു സഖ്യത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും ഇരു പാർട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കാതെ ഒന്ന് വേദനിപ്പിക്കുക പോലും ചെയ്യാതുള്ള പ്രതികരണങ്ങളായിരുന്നു രണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് പിന്നാലെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് എ.ഐ.എ.ഡി.എം.കെ ജനറൽ സെക്രട്ടറിയും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എടപ്പാടി പളനിസ്വാമി ദില്ലിക്ക് വണ്ടി കയറുന്നത്. അപ്പോൾ അതിനുശേഷം അമിത്ഷായെ കാണും എന്നുള്ള കാര്യം കൂടി വിവരം പുറത്തേക്ക് വരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അമിത്ഷായെ കാണുന്നു. ആ ചർച്ച ഏതാണ്ട് 40 മിനിറ്റ് നീണ്ടു നിന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട എടപ്പാടി പളനിസ്വാമി പറയുന്നത് തമിഴ്നാടിൻ്റെ പൊതുവെയുള്ള വികസന വിഷയങ്ങളും ഒപ്പം തന്നെ ഈ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയാണ് സംസാരിച്ചതെന്ന് പറയുന്നു. അതിൽ തന്നെ ഈ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി അമിത്ഷായ്ക്ക് മുന്നിൽ വച്ചു. കേരളത്തിൽ നിന്നുള്ള തടസ്സം നീങ്ങിക്കിട്ടണമെന്ന് അമിത്ഷായോട് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ആ ചർച്ചയിൽ എന്തായാലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എടപ്പാടിയെ പോലുള്ള ഒരു നേതാവ് അമിത്ഷായുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയമാനമുണ്ട്. അവിടെ സഖ്യസാധ്യതകൾ ഒക്കെ പറ്റിയും ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും എ.ഐ.ഡി.എം.കെ നേരിടുന്ന പ്രതിസന്ധി ഈ ദ്വിഭാഷാ നയത്തിൽ ഉണ്ടായിരിക്കുന്ന ബി.ജെ.പി നേതാക്കളുടെ പ്രതികരണമാണ്. ഇതൊക്കെ സംബന്ധിച്ചൊരു മയപ്പെട്ട പ്രതികരണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇനിയും ഒരു വർഷമുണ്ട്. അതിനിടയിൽ ഒരു സഖ്യം ഉറപ്പായും ഉണ്ടായി വരുമെന്ന് സഖ്യസാധ്യത തള്ളാതെയാണ് നിലവിൽ എ.ഐ.എ.ഡി.എം.കെ നേതാവിന്റെ പ്രതികരണം.